പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളും മറ്റൊക്കെ ഉറച്ച തീവ്രവാദത്തിനെതിരെ നിലനിൽക്കുന്ന നയങ്ങളാണ് അവിടെയുള്ളത്. ഇപ്പോൾ IS നിലനിൽപ്പ് തന്നെ ഇപ്പോൾ ലോകത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വീണ്ടും അവർക്ക് ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. പക്ഷേ കേരളത്തിലൊന്നും അത് മുതലാകാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ ഭൂരിപക്ഷം സമൂഹം. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളത് തെളിയിച്ചു കൊടുത്തിട്ടുള്ളതുമാണ്. അപ്പോൾ അത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ LDFനെ സഹായിച്ചത് ഈ മുസ്ലിം പ്രീണനമാണ് എന്നത് അവരുടെ പാർട്ടി തന്നെ അല്ലെങ്കിൽ ലെഫ്റ്റ് തന്നെ ചർച്ച ചെയ്തൊരു കാര്യമാണ്. അതിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു കുറുക്കോടിയായിട്ടാണ് നേരത്തെ പ്രേമേന്ദ്രൻ പറഞ്ഞതുപോലെ ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇത് ഉപയോഗിക്കാമോ? അതെ, നഷ്ടപ്പെട്ട വോട്ടുകൾ വീണ്ടെടുക്കാൻ എന്താണോ വല്ല പിടിവള്ളിയും കിട്ടുമോ എന്നവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ IS പിടിവള്ളി പിടിച്ചു നോക്കുകയാണ്. പക്ഷെ അതൊന്നും ഇവിടെ നടപ്പാൻ പോകുന്നില്ല, ഏശാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഒരു കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആർക്കും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. വെറുതെ പ്രസ്താവന ഇറക്കാന്നല്ലാതെ ഒറ്റപ്പെട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിന് ജനറലൈസ് ചെയ്തുകൊണ്ട് ഒരു സമുദായം മുഴുവനും ISന്റെ പിന്നിലാണ് എന്നൊക്കെ പറയുന്നത് അത് ഒരിക്കലും തന്നെ ഒരു പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവരുടെ നിലപാടുകൾക്ക് യോജിക്കുന്നതല്ല.